السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين. أيها الأحباء المشتركين والمشاهدين مرحبا بكم إلى دار العربية. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊതുക് കുത്തി, മൂട്ട കടിച്ചു, പട്ടി കടിച്ചു, കോഴി കൊത്തി, തേനീച്ച കുത്തി, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, പല സന്ദർഭങ്ങളിലായിട്ട്. പിന്നെ പ്രവാസികൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പറയുക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കൊതുക് കുത്തിയതും മറ്റൊന്ന് കൂടുതലായി പറയുന്നത് മൂട്ട കടിച്ചതുമാണ്. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ഉണ്ട്, മൂട്ട കടിച്ചതാണോ അതോ ഇതിൽ പ്രാണി കടിച്ചതാണോ എന്ന് എങ്ങനെ അറബിയിൽ പറയുന്നുള്ളതാണ്. അപ്പോൾ ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് മാത്രമല്ല കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം മൂട്ട കടിച്ചതിനും കോഴി കൊത്തിയതിനും കൊതുക് കുത്തിയതിനും പട്ടി കടിച്ചതിനും ഒക്കെ എങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളാണ് കടിച്ചു, കുത്തി, കൊത്തി എന്നുള്ളതിനൊക്കെ അറബിയിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ നോക്കാം. ഒന്നാമത്തേത് ലസ്അ എന്നാണ് ഈ വാക്ക് പറയാം, ലസ്അ. രണ്ടാമത്തേത് ഗർസ എന്നുള്ളതാണ്, ഗർസ. അപ്പൊ നമുക്ക് ഗർസ എന്നുള്ള വാക്ക് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. ലസ്അ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതായത് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഗർസ എന്ന വാക്കാണ് എന്നുള്ളതാണ് എന്റെ അറബി സുഹൃത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഗർസ എന്ന് പറഞ്ഞാൽ കുത്തി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കടിച്ചു എന്ന് പറയാം. കടിച്ചു അല്ലെങ്കിൽ കുത്തി എന്ന രണ്ട് രൂപത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കൊതുകിന്റെ വാക്ക് എടുക്കുകയാണെങ്കിൽ, കൊതുകിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊതുക് നമ്മൾ കുത്തി എന്നാണ് പറയാം അല്ലെ, കൊതുക് കുത്തി. അപ്പൊ അതിനും ഗർസ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ലസ്അ എന്ന് പറയാം. ലസ് അൽ ബഊദ് അല്ലെങ്കിൽ ഗർസൽ ബഊദ് എന്ന് പറയാം. ബഊദ് എന്ന് പറഞ്ഞാൽ കൊതുക്, ബഊദ്. ബഊദ് എന്നാണ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയുക, പക്ഷേ ആ അക്ഷരം ബ എന്ന അക്ഷരമാണ്, ബഊദ് എന്നാണ് പറയാം. അപ്പൊ കൊതുക് കുത്തി അല്ലെങ്കിൽ കൊതുക് കടിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കൊതുക് കടിച്ചു എന്നും കൊതുക് കുത്തി രണ്ട് രൂപത്തിൽ പറയാറുണ്ട്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലസ് അൽ ബഊദ് അല്ലെങ്കിൽ ഗർസൽ ബഊദ് എന്നും പറയാവുന്നതാണ്. എന്തിനെ? കൊതുക് കടിച്ചു എന്നുള്ളതിന്. ശരി, ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്, അതായത് മൂട്ട. മൂട്ടയ്ക്ക് അറബിയിൽ പറയാ കിത്താൻ എന്നാണ്, കിത്താൻ. ഓക്കെ, അറബിയിൽ ശരിക്ക് ലിറ്ററൽ അറബിയിൽ മറ്റൊരു വാക്കാണ് പറയാ ബക്കുൽ ഫിറാഷ് എന്നാണ് പറയാ, ബക്കുൽ, ബക്കുൽ ഫിറാഷ്. ശരിക്കും ഇംഗ്ലീഷിൽ ബഗ് എന്ന് പറയുന്നത്, ബഗ്. ഓക്കെ, അതിന്റെ വേറൊരു വേർഷനാണ് ബക്ക് എന്നുള്ളത് അറബിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ബക്കുൽ ഫിറാഷ്, ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്. അപ്പൊ വിരിപ്പിലുണ്ടാകുന്ന ബഗ് എന്ന് പറഞ്ഞാൽ അതാണ് മൂട്ട. നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബക്കുൽ ഫിറാഷ് എന്നാണ് അത് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ആമിയയിൽ, സംസാര ഭാഷയിൽ അതിന് പറയാ കിത്താൻ എന്നാണ്. നമ്മൾ മൂട്ട എന്ന് പറയുന്നതിന് കിത്താൻ. അപ്പൊ മൂട്ട കടിച്ചു എന്നിങ്ങനെ പറയും, ഗർസൽ കിത്താൻ എന്ന് പറഞ്ഞാൽ മൂട്ട കടിച്ചു എന്നാണ് അർത്ഥം. ഗർസൽ കിത്താൻ, ഗർസൽ കിത്താൻ എന്ന് പറഞ്ഞാൽ മൂട്ട കടിച്ചു. ഇനി പ്രാണി എന്നുള്ളൊരു വാക്കുണ്ട്, പ്രാണി കടിച്ചു എന്ന് പറയും. പ്രാണിക്ക് ഹഷറ എന്നാണ് പറയാം, ഹഷറ. ഹഷറ എന്ന് പറഞ്ഞാൽ പ്രാണി. അപ്പോ ഒരു പ്രാണി കടിച്ചു എന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? ഗർസൽ ഹഷറ എന്ന് പറഞ്ഞാൽ മതി. ഹഷറ അല്ലെ ഹഷറാത്ത് എന്ന് പറയുന്നത്, ഹഷറാത്ത് എന്ന് പറഞ്ഞാൽ പ്രാണികൾ, അതിന് ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ പ്രാണി കടിച്ചു എന്നുള്ളതിന് ഗർസൽ ഹഷറ എന്നാണ് പറഞ്ഞത്. അപ്പോ ഗർസൽ കിത്താൻ വല ഗർസൽ ഹഷറ, മൂട്ട കടിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും പ്രാണി കടിച്ചതാണോ എന്നെങ്ങനെ എന്ന് ഈ രൂപത്തിൽ ചോദിക്കും. ഗർസൽ കിത്താൻ വല ഹഷറ, ഹഷറയാണോ അല്ലെങ്കിൽ കിത്താനാണോ കടിച്ചത് എന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഗർസ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നഹല് എന്ന വാക്കിനോട്. നഹൽ എന്ന് പറഞ്ഞ തേനീച്ച. ഓക്കെ, നഹൽ. അപ്പൊ തേനീച്ച കുത്തി അല്ലെങ്കിൽ തേനീച്ച കടിച്ചു എന്ന രൂപത്തിൽ പറയാൻ എന്താണ്? തേനീച്ച കുത്തി എന്നാണ് നമ്മൾ കൂടുതൽ മലയാളത്തിൽ പറയില്ല, തേനീച്ചയുടെ കുത്ത് കിട്ടി. അപ്പൊ അതിനും ഗർസ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഗർസൻ നഹൽ എന്ന് പറയാൻ അർത്ഥം തേനീച്ച കുത്തി എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഗർസൽ ബഊദ് കൊതുക് കുത്തി അല്ലെങ്കിൽ കൊതുക് കടിച്ചു. ഗർസൽ കിത്താൻ അല്ലെങ്കിൽ ഗർസൽ ഹഷറ, ഗർസൽ കിത്താൻ എന്ന് പറഞ്ഞാൽ മൂട്ട കടിച്ചു. ഗർസൽ ഹഷറ എന്ന് പറഞ്ഞാൽ പ്രാണി കടിച്ചു. ഗർസൽ നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച കുത്തി എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സോർബാൻ. ഇത് സോർബാൻ, സാ എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ സോർബാൻ എന്നല്ല, സായാണ് സോർബാൻ. നമ്മുടെ നാവിന്റെ തുമ്പ് രണ്ടുപേരി പല്ലിന്റെ ഇടയിൽ വരിക. സോർബാൻ, സോർബാൻ എന്ന് പറഞ്ഞാൽ പാമ്പ്. ഓക്കെ, പാമ്പ്. അപ്പൊ പാമ്പ് കടിച്ചു എന്ന് പറയാറുണ്ട്, പാമ്പ് കൊത്തി എന്നും പറയാറുണ്ട്. അതിന് ഒരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നതാണ് ലദഗ എന്നാണ്. ലദഗ, ലദഗ, ലദഗ സോർബാൻ എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചു അല്ലെങ്കിൽ പാമ്പ് കൊത്തി എന്നാണ് അതിന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ദുജാജ്. ദുജാജ്, ദുജാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഴി അല്ലെ.
കോഴി. അപ്പൊ കോഴി നമ്മൾ കൊത്തി എന്ന് പറയാം, കോഴി കൊത്തി. അപ്പൊ കോഴിയുടെ കൊത്ത് കിട്ടിയ അല്ലെങ്കിൽ എന്ത് പറയാം, നഗറ ദുജാജ് എന്ന് പറയാം. നഗറ അദ്ദുജാജ്, കോഴിയുടെ കൊത്ത് കിട്ടി അല്ലെ. ഇന്ന് കിട്ടിയത് കോഴിയുടെ കൊത്താണ്, മൂട്ടയുടെ കടിയല്ല, കോഴിയുടെ കൊത്താണ്. അപ്പോ നഗറ ദുജാജ് അല്ലെങ്കിൽ ദജാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ലിറ്ററൽ അറബിയിൽ ദജാജ് എന്നാണ് പറയാ. ആമിയയിലേക്ക് വരുമ്പോ സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ ദുജാജ് എന്നായി. അപ്പൊ നഗറ അദ്ദുജാജ്. ശരി, ഇനി അടുത്തത്, ഇടയ്ക്ക് ഇവിടെ ആടുകൾ കൂടുതലുള്ളതുകൊണ്ട് ആടിന്റെ കുത്ത് കിട്ടും അല്ലെ, ആടിന്റെ കുത്ത്. അപ്പൊ ആട് എന്നുള്ളതിന് ഖറൂഫ് എന്നാണ് പൊതുവെ പറയുന്നത്. ഖറൂഫ്. ശരി, ഇതിനെ നമുക്ക് ആണും പെണ്ണുമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കബിഷ് എന്നാണ് എന്ത് പറയാ, ആണാടിന് പറയാം കബിഷ്. പെണ്ണാടിന് നഅജ എന്ന് പറയും. കബിഷ് എന്ന് പറഞ്ഞാൽ ആണാട്, നഅജ എന്ന് പറഞ്ഞാൽ പെണ്ണാട്. ഓക്കെ, ഇനി കുത്ത് കിട്ടിയ സമയത്ത് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം, ഖറൂഫ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഖറൂഫ്. ഇനി കുത്തി എങ്ങനെ പറയും, നത്വഹ എന്നാണ് പറയാ. നത്വഹ. ഓക്കെ, നത്വഹ അൽ ഖറൂഫ് എന്ന് പറഞ്ഞാൽ ആട് കുത്തി. നത്വഹനി അൽ ഖറൂഫ്, എന്നെ ആട് കുത്തി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആണാട് കുത്തിയത്, ആണാടാണ് നമ്മളെ കുത്തിയതെന്ന് പറയാൻ എന്ത് പറയാം, നത്വഹനി അൽ കബിഷ്, ആ മുട്ടനാടുണ്ടല്ലോ അതെന്നെ കുത്തി. ഇനി പെണ്ണാടാണെന്നുണ്ടെങ്കിൽ നത്വഹനി നഅജ. ഓക്കെ, ആ പെണ്ണാട് എന്ത് ചെയ്തു, എന്നെ കുത്തി എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ അവസാനത്തെ ഒരു കടി ഏതാണെന്ന് അറിയോ, പട്ടികടിയാണ്. പട്ടിക്ക് നമുക്കറിയാം, പട്ടിക്ക് കൽബ് എന്നാണ് പറയാ. കൽബ് കായാണ്, കാഫ് കൽബ്. അതിന് മറ്റൊരു വേർഷൻ ഗൽബ് എന്നുള്ള വാക്കുണ്ട്. ഗൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നർത്ഥം. റജുൽ ഗൽബി എന്നൊക്കെ പറയും, ഇവൻ എന്റെ ചങ്കാണെന്നൊക്കെ പറയാൻ ഗൽബ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് കൽബാണ്, ഓക്കെ. മറ്റേത് ഗായാണ്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഗൽബിന് കയറി കൽബെന്നും കൽബിന് കയറി ഗൽബെന്നും വിളിക്കാൻ നിൽക്കരുത്. ശരി, അപ്പൊ പട്ടി കടിച്ചു എന്ന് എങ്ങനെ പറയാം, അതിനെ അദ്വ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇതിലെ അദ്വ എന്നാണ് എഴുതിയത്, പക്ഷെ ഈ ലെറ്റർ ദ്വയാണ്. ഓക്കെ, അപ്പൊ അദ്വ എന്നാണ് നമ്മൾ പറയുന്നത്, അദ്വ. ഓക്കെ, അദ്വൽ കൽബ്, അതായത് പല്ലുകൊണ്ട് കടിക്കുക എന്ന ഉദ്ദേശത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്. അവ്വ എന്ന് പറഞ്ഞാൽ പല്ലുകൊണ്ട്, പട്ടി പല്ലുകൊണ്ടാ കടിക്കുക അല്ലെ. അതിന് ഒരു കുട്ടി കടിച്ചാലും ഇനി വലിയ ആള് കടിച്ചാലും മനുഷ്യന്മാര് കടിച്ചാലും അവ്വ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, അവ്വനി അത്തിഫുൽ, ആ കുട്ടി എന്നെ കടിച്ചു എന്ന് പറയാൻ ഈ വാക്കിനെ ഉപയോഗിക്കുക, അവ്വനി അത്തിഫുൽ. ഓക്കെ, അപ്പൊ അവ്വൽ കൽബ് എന്ന് പറഞ്ഞാൽ പട്ടി കടിച്ചു. ഇനി ഇതെല്ലാം എന്നെ കടിച്ചു എന്ന് പറയാൻ എന്താണ്, നമ്മൾ ഇതിന്റെ ഒക്കെ ചേർത്ത് ഒരു നീ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഗർസനി അൽഹിത്താൻ, എന്നെ മൂട്ട കടിച്ചു എന്ന് പറയാം. ഓക്കെ, ഇനി ലദഗനി അസ്വാബാൻ, പാമ്പ് കടിച്ചു എന്ന് പറയാം. ഇനിയോ കോഴി കൊത്തി എന്ന് പറയും, നഗറനി അദ്ദുജാജ്, എന്നെ കോഴി കൊത്തി. ഇനി ആട് കുത്തി എന്ന് പറയാൻ നത്വഹനി അൽ ഖറൂഫ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്നെ കൊതുക് കടിച്ചു അല്ലെങ്കിൽ കൊതുക് കുത്തി എന്ന് പറയാം, ഗറസനി അൽ ബഅൂദ്, എന്നെ കൊതുക് കുത്തി എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതാണ് കുത്തി, കടിച്ചു, കുത്തി എന്നുള്ളതിനൊക്കെ പറയാൻ ഉള്ള വാക്കുകൾ. ഓക്കെ, അപ്പോ പ്രത്യേകം മൂട്ട കടിച്ചിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, എന്നെ മൂട്ട കടിച്ചു എന്നുള്ളതിന് ഗറസനി അൽ കിത്താൻ ബാരിഹ, ഇന്നലെ രാത്രി എന്നെ മൂട്ട കടിച്ചു എന്ന് എന്ത് ചെയ്യാം, ഡോക്ടറോട് പറയാവുന്നതാണ്. അപ്പൊ മൂട്ട കടിച്ചതിനും പട്ടി കടിച്ചതിനും കോഴി കുത്തിയതിനും ആട് കുത്തിയതിനൊക്കെ എങ്ങനെയാണ് അറബിയിൽ പറയാതെ സംസാര ഭാഷയിൽ എങ്ങനെയൊക്കെയാണ് പറയാ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയമുള്ളവർ ഈ വീഡിയോ വീണ്ടും കാണുക. വീണ്ടും കൂടുതൽ സംശയം, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയം നിങ്ങൾക്ക് ഇനിയും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതുമാണ്. അപ്പോ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.